റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പാറയും പൊട്ടിച്ചു. 200 മീറ്റർ അകലെയാണ് പെട്രോൾ പമ്പിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ അനധികൃതമായി ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് നടത്തി. മുൻപും ഇവിടെ സമാന പ്രവൃത്തി തുടർന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഉഗ്ര ശബ്ദത്തോടെ പാറ പൊട്ടിച്ചപ്പോൾ സമീപത്തെ വീടുകളിൽ പ്രകമ്പനമുണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീടിന്റെ 200 മീറ്റർ അടുത്താണ് കേട്ടോ. ജനവാസ മേഖലയിൽ ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് നടത്തുന്നത് തീർത്തും അനധികൃതമാണ്. അധികൃതരുടെ അനുവാദത്തോടെയാണ് പാറ പൊട്ടിച്ചത് എന്ന ആരോപണവും ശക്തമാണ്. പാറ പൊട്ടിക്കലിന് പിന്നാലെയാണ് എടായിപ്പാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ആരംഭിച്ചത്. മുബഷീർ പി അക്ബർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ് മുബഷീർ. നമ്മുടെ PWD വകുപ്പ് മന്ത്രിയുടെ വീടിന്റെ 200 മീറ്റർ അകലെ ഇവിടെ പാറ പൊട്ടിച്ചാൽ മിനിസ്റ്ററുടെ വീട്ടിൽ കേൾക്കാം. പക്ഷെ എന്നിട്ടും എങ്ങനെ ധൈര്യം വന്നു ഈ സ്ഥലത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കക്ഷിക്ക്, നൗഫലിന്, അനധികൃതമായി പാറ പൊട്ടിക്കാൻ എന്തെങ്കിലും അനുമതി ഉണ്ടായിരുന്നോ? മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഈ പാറ പൊട്ടിക്കാൻ തദ്ദേശ വകുപ്പിന് അനുമതി ഉണ്ടായിരുന്നോ? അനുമതിയില്ലാതെ അനുമതികളെല്ലാം കാറ്റിൽ പറത്തിയാണോ ഈ പണി കാണിച്ചതും മണ്ണിടിച്ചിലിന് കാരണമാവുന്ന രീതിയിൽ പ്രകമ്പനമുണ്ടാക്കിയതും? മുബഷീർ, പിന്നിൽ ചില വമ്പന്മാരുണ്ടോ? അരുൺകുമാർ, നൗഫലിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലല്ല പാറ പൊട്ടിച്ചത്. നൗഫലല്ല പാറ പൊട്ടിച്ചത്. ആ മേഖലയിൽ നിന്ന് തൊട്ടിപ്പുറത്ത് ഏകദേശം 200 മീറ്റർ അകലെ, അതായത് എനിക്ക് പിൻഭാഗത്ത് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന്റെ ചുറ്റുമതിൽ കാണാൻ സാധിക്കും. ഉണ്ണി പാൻ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ മേഖലയിൽ നിന്നും ഏകദേശം 100 മീറ്റർ അകലെ തൊട്ടിപ്പുറത്ത് എനിക്ക് പിൻഭാഗത്ത് കാണുന്ന പൂർണ്ണമായിട്ടും ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന, ഇവിടെ ഒരു ഗേറ്റ് പോലെയുള്ള സംവിധാനമൊക്കെ തന്നെ ഒരുക്കി അടച്ചു വെച്ചിരിക്കുന്ന മലപ്പുറത്തെ തന്നെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് ദിവസങ്ങൾ മുൻപ് അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ കോറി പോലെയുള്ള ഇടങ്ങളിൽ ജിയോളജി വകുപ്പ് ഉൾപ്പെടെ പൊട്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന അനുമതി ആ മേഖലകളിൽ തന്നെ വലിയ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങൾ വലിയ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കാറുണ്ട്. വലിയ ശബ്ദമാണ്, വീടുകൾക്ക് വിള്ളലുകൾ വരുന്നുണ്ടെന്ന് അവിടെയുള്ള ജനങ്ങൾ ഉൾപ്പെടെ പറയുന്ന ആ സംവിധാനം, ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇതിനുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടത്തിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഗേറ്റൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് അടച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്. ഒരു ഭാഗത്തു കൂടിയാണ് കടക്കുന്നത്. കാരണം ഇതിനുള്ളിൽ കയറി ഇതിന്റെ ദൃശ്യങ്ങൾ കാണിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൂടിയാണ്. വിശേഷം ഇതിനുള്ളിൽ അത്രയധികം ഭീകരമായ രീതിയിൽ പാറ പൊട്ടിച്ചിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ നമ്മുടെ ക്യാമറമാനും നമ്മുടെ സാരഥിയും ഇതിനുള്ളിൽ കയറി പകർത്തിയതാണ്. എന്തായാലും ഇതിനുള്ളിൽ എത്തിച്ചേർന്നു ഡോക്ടർ കുമാർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പരിസ്ഥിതി ദുർബല മേഖലയാണിത്. ഉണ്ണി ഒന്നിങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ ഈ മേഖലയിലാണ് അത്രയധികം ഭീകരപ്പെടുന്ന രീതിയിലുള്ള പാറ പൊട്ടിക്കൽ നടന്നിട്ടുള്ളത്. അതായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മിനിഞ്ഞാന്നാണ് ഇവിടെ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. നമുക്കറിയാം, തലനാരിഴക്കായിരുന്നു ജനങ്ങൾ രക്ഷപ്പെട്ടിരുന്നത്. ഇന്നലെ ഈ സ്ഥലം ഉടമ നൗഫലുമായി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, തൊട്ടടുത്ത് പെട്രോൾ പമ്പിന്റെ നിർമ്മാണമൊക്കെ തന്നെ നടക്കുന്നുണ്ടല്ലോ, അവിടെ മൈനിങ് നടക്കുന്നുണ്ട്, അത് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്ക ഇതിനു മുൻപുണ്ടായിരുന്നു എന്ന് നൗഫൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ സമാനമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി നമ്മളോട് പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ പൊട്ടിച്ച പാറ ഇപ്പോൾ ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. ഒരു ഭാഗം പൂർണ്ണമായിട്ടും തുരന്നെടുത്തിട്ടുണ്ട്. ഇത് കോറി പോലെയുള്ളൊരു മേഖലയല്ല, അല്ലെങ്കിൽ കരിങ്കൽ കോറി പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരു മേഖലയോ പ്രദേശമോ ഒന്നും തന്നെയല്ല അരുൺകുമാർ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ വിധത്തിൽ ഇവിടെ തുറക്കാൻ സാധിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. മലപ്പുറം വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് തൊട്ടടുത്ത് 100 മീറ്റർ അകലെ ഇങ്ങനെയൊരു മൈനിങ് നടക്കുമ്പോൾ, ഇങ്ങനെയൊരു കൃഷി യൂണിറ്റ് പോലെ പാറ പൊട്ടിക്കുന്നത് നടക്കുമ്പോൾ ഇതാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതിശയകരമാണ്. ഒരനുമതിയും ഇല്ലാതെ ആയിരിക്കുമോ ഇത് പൊട്ടിച്ചിട്ടുണ്ടാവുക? സാധാരണഗതിയിൽ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ ജനവാസ മേഖലയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മൈനിങ്ങിന് അനുമതി നൽകില്ല. ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്രയധികം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ്. അത് കോറി ഉൾപ്പെടെയുള്ള മേഖലകൾ മാത്രമാണ് ചെയ്യാൻ അനുമതി ജിയോളജി കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ കുറച്ചു കാലമായി ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടന്നിരുന്നു. അത് തീർത്തും ഇവിടെയുള്ള അധികൃതരുടെ മൗനാനുവാദത്തോടു കൂടിയാണെന്ന ആരോപണം ഈ ഒരു ഘട്ടത്തിൽ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാർ സംസാരിച്ച ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട് ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 100 മീറ്റർ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീടിനുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടോ, കാരണം തൊട്ടപ്പുറത്തുള്ള അതിനും അപ്പുറത്ത് ദൂരത്തുള്ള വീടുകളിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവരിവിടെ എത്തി പ്രതിഷേധിച്ചത് കൊണ്ടാണ് ഈ ബ്ലാസ്റ്റിംഗ് തന്നെ നിർത്തിവെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത് തീർത്തും അനധികൃതമാണെന്ന് ഈ ദൃശ്യങ്ങൾ കൃത്യമായിട്ടും അടിവരയിടുന്നുണ്ട്. കാരണം ഇത് 13 ഏക്കർ ഭൂമിയായിരുന്നു. പാണക്കാട് കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി 2018 മുൻപായിട്ടാണ് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായുള്ള ഒരു വ്യക്തിക്ക് വിൽക്കുന്നത്.
അതിനുശേഷമാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. തൊട്ട് മുകളിൽ ഉള്ള സ്കൂളിന്റെ ഭാഗത്തു നിന്നാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ കുറ്റ്യാടി സ്വദേശി മലപ്പുറം ജില്ലയിലെ, അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ആളുകൾക്ക് ഈ മേഖല, അതായത് 13 ഏക്കർ വരുന്ന ഈ ഭാഗം ഓരോ പ്ലോട്ടുകളായി തിരിച്ച് വിൽപ്പന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 50 സെന്റായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ആ മേഖല നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയും സലീമും വാങ്ങിയിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയാണ് പെട്രോൾ പമ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടി മലപ്പുറം സ്വദേശിയായുള്ള വ്യക്തി വാങ്ങിയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് തീർത്തും അനധികൃതമായിട്ടുള്ള ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഇങ്ങോട്ടേക്ക് ഒരു മനുഷ്യ കുഞ്ഞു പോലും കടന്നു വരാത്ത രീതിയിൽ ഇവിടെ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു, ബന്ധവസാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്തു കൂടി നമ്മൾ ബുദ്ധിമുട്ടിയാണെങ്കിലും ഇതിനുള്ളിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജനവാസ മേഖലയിൽ ഇങ്ങനെ ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടത്താൻ സാധിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഈ തൊട്ടപ്പുറത്ത് എടായിപ്പാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്ന് നമ്മളെ വിളിച്ച് പറയുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന തലേ ദിവസം നമ്മൾ അവിടെ എത്തിയ സമയത്ത് നമ്മൾ ആദ്യം കണ്ടിരുന്ന തെങ്ങ് വൈകുന്നേരത്തോടു കൂടി കടപുഴകി വീഴുന്നുണ്ട്. പിന്നീട് തൊട്ടടുത്ത ദിവസം രാവിലെ 8:46 ആദ്യത്തെ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തൊട്ട് പിന്നാലെ 9:28 അതിഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന അനധികൃതമായിട്ടുള്ള ഈ ബ്ലാസ്റ്റിംഗ്, ഈ മൈനിങ്, അത് ഈ മണ്ണിടിച്ചിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ മറുപടി പറയേണ്ടത് ജിയോളജി വകുപ്പാണ്. സ്വാഭാവികമായിട്ട് ജനവാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റിംഗ് നടത്താൻ പാടില്ലെന്ന മാനദണ്ഡം നിലനിൽക്കെ എങ്ങനെ ഇവർക്ക് ഇത് സാധിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബാക്കി. ചെറിയ രീതിയിലുള്ള പാറ പൊട്ടിക്കലല്ല നടന്നിരിക്കുന്നത്. വലിയ ക്വാണ്ടിറ്റി പാറ അവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ജനവാസ മേഖലയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് തൊട്ടടുത്താണ് ഇങ്ങനെ അനധികൃതമായ ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണതും മലപ്പുറം പരപ്പനങ്ങാടി റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടതുമല്ല. അതായത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കൃഷി യൂണിറ്റുകൾക്ക് സാധ്യതയില്ല. ഇത് കൃഷി യൂണിറ്റ് അല്ല, പാറ പൊട്ടിക്കേണ്ട സ്ഥലമല്ല, അതിന് അനുമതിയോ ലൈസൻസോ കൊടുക്കാനും കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ജനവാസ മേഖലയിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് മണ്ണെടുത്തത്, പാറ പൊട്ടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അതും ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടത്തിയാണ് പാറ പൊട്ടിച്ചത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിൽ നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ മാത്രം അകലെയാണ് എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം. അപ്പോൾ ഇത് അധികാരികൾ അറിയാതെയാണോ പാറ പൊട്ടിച്ചത്? ഈ ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടത്തിയിട്ട് അധികാരികൾ ആരും അറിഞ്ഞില്ലേ? ഒരു ചോദ്യം പോലും ഇവരോട് ചോദിച്ചില്ല, ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തില്ലേ എന്നുള്ളതാണ്. അത് നോക്കൂ, ആ പൊട്ടിച്ച പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഇറ്റു വീഴുന്നത് പ്രേക്ഷകർക്ക് കാണാം. അതായത് പാണക്കാട് മേഖലയിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്ന നാട്ടുകാരുടെ ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ. നമ്മുടെ പ്രതിനിധി മുബഷീറും ഉണ്ണിത്തുവൂരുമാണ് ഇപ്പോൾ ഈ പുറത്തു നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. പുറത്തുള്ള പോയാലൊന്നും ഒരുപക്ഷെ നേരിട്ട് കാണണമെന്നില്ല. എന്നൊരു സംശയം മുബഷീർ, ഈ ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ചെറിയ പ്രകമ്പനം ഉണ്ടാവുകയും ശബ്ദമുണ്ടാവുകയും ഒക്കെ ചെയ്യില്ലേ? ഇത് എന്തായാലും മിനിസ്റ്ററുടെ വീട്ടിലുള്ളവർ ഇതറിഞ്ഞു കാണുമല്ലോ, അധികാരികൾ അറിഞ്ഞു കാണുമല്ലോ. അധികാരികൾ അറിയാതെ ഇങ്ങനെ പരസ്യമായി ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടത്തുക സാധ്യമല്ലല്ലോ ഇത്രയും അധികം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത്. മാത്രമല്ല, നമുക്ക് തൊട്ടടുത്ത് വീടുകൾ കൂടി കാണാം. ആ വീടുകൾ കൂടി ഒന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിരിക്കും. റെസിഡൻഷ്യൽ മേഖലയാണ്, ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒഴിഞ്ഞ സ്ഥലമല്ല, റോഡിനോട് ചേർന്ന പ്രദേശമാണ്, അല്ലേ? തീർച്ചയായും സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെടെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ സംഭവിച്ചോ എന്നുള്ളത് അവിടെ നിന്നാണ് പറയേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ തൊട്ടടുത്ത വീടുകളിൽ വലിയ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്, പ്രശ്നമുണ്ടായിട്ടുണ്ട്. ജനവാസ മേഖല ഒന്ന് പാൻ ചെയ്താലൊന്ന് കാണിക്കാൻ വേണ്ടി തൊട്ട് മുകളിൽ ഒരു പാത, ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അത് ആ സ്കൂളിലോട്ടുള്ള, അതായത് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിട്ട് ആളുകളെ മാറ്റി എന്ന് പറയപ്പെടുന്ന സ്കൂളിലോട്ടുള്ള പാതയാണ്. പക്ഷേ അവിടെ നിന്നും ആളുകളെ മാറ്റിയിരുന്നില്ല. നമ്മുടെ റിപ്പോർട്ടർ സംഘം അവിടെ എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ആ പ്രവൃത്തി അവർ ചെയ്തിരുന്നത്. അത്തരത്തിൽ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് അരുൺകുമാർ. സ്വാഭാവികമായിട്ടും ഇവിടെ വീണ്ടും സമാനമായ രീതിയിലുള്ള പ്രവൃത്തി തുടർന്നിരുന്നെങ്കിൽ അത് വലിയ വിമർശനം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്, ഒരു സംശയം ഒരു പ്രേക്ഷകൻ പ്രകടിപ്പിക്കുന്നത്, ഇത് രാസവസ്തു ഒഴിച്ച് പാറ താഴേക്ക് ഉരുക്കി ഇറക്കിയതാണോ, പാറ പൊട്ടിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഒരു ലീഗ് പ്രവർത്തകനാണ്. അരുൺകുമാർ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾക്ക് ആ ചോദ്യം എങ്ങനെ ചോദിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഇത്രയധികം വലിയ ഭാരമുള്ള കല്ലുകൾ കേവലം കെമിക്കലുകൾ ഒഴിച്ച് ഈ വിധത്തിൽ ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കെമിക്കലുകൾ ഒഴിച്ചുകൊണ്ടുള്ള ഒരു ഖനനം അല്ലെങ്കിൽ പാറ മാറ്റിയെടുക്കൽ തൊട്ടപ്പുറത്തെ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതായത് നിലവിൽ മണ്ണിടിച്ചിലുണ്ടായ നൗഫലിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അവിടെ സമാനമായ രീതിയിൽ കെമിക്കലുകൾ ഒഴിച്ച് ഒരു ഭാഗത്തേക്ക് പാറ താഴോട്ട് ഒലിച്ചിറങ്ങിയൊക്കെ തന്നെ കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന മേഖലയിൽ സമാനമായ രീതിയിലുള്ള പ്രവർത്തനം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകളൊക്കെ തന്നെ കെമിക്കലുകൾ ഒഴിച്ചാണ് കൂട്ടിയിട്ടതെന്ന് എങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നുവെന്ന
ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിൽ. അത് ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കില്ല. ഇതിവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞതാണ്. അതിനുശേഷം അധികൃതരോട് കൃത്യമായിട്ട് സംസാരിച്ചതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഈ മേഖലയ്ക്കുള്ളിൽ കയറി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്താത്തത് പല ആളുകളുടെയും ഭീഷണി, അതുമായി ബന്ധപ്പെട്ട പേടിയുള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർക്കൊക്കെ തന്നെ സംസാരിക്കാൻ താല്പര്യമുണ്ട്, അവരുടെ ആശങ്ക പങ്കുവെക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇനിയും ഇവിടെ ജീവിക്കാനുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ടാണ് അത് സംസാരിക്കാൻ തയ്യാറാകാത്തതെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായിട്ടും കാണിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇക്കാര്യം നമ്മൾ തന്നെ വിവരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കാണേണ്ടത്. വിശേഷം കോറി പോലെയുള്ള ഇടങ്ങളിൽ മാത്രം പൊട്ടിക്കാൻ അനുമതി കൊടുക്കുന്ന ഇലക്ട്രിക് ബ്ലാസ്റ്റിങ്ങിന് എങ്ങനെയാണ് ഇവിടെ അനുമതി കൊടുത്തത്, അതിനാരാണ് ഉത്തരവാദിയായിട്ടുള്ളത്, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ കണ്ണടച്ച് പ്രവർത്തിക്ക് കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത്. ആ മറുപടിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. വിശേഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ മനസ്സിലാക്കേണ്ടത്, ഈ എടായി പാലത്ത് മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിൽ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് പോലും കണ്ടെത്താൻ ഇതുവരെ ജിയോളജി വകുപ്പിനെ സംബന്ധിച്ച് സാധിച്ചില്ല. ഒരു പ്രാഥമിക നിഗമനത്തിലേക്കും എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം കല്ലാടി ദുരന്തമൊക്കെ തന്നെ ഉണ്ടായി, നമ്മളവിടെ റിപ്പോർട്ട് ചെയ്താണ്. അത് പ്രകൃതി ദുരന്തമാണോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തമാണോ എന്ന ചർച്ചകൾ നടന്ന ഘട്ടത്തിൽ വിദഗ്ധ സമിതി അവിടെ എത്തുന്നു, പരിശോധന നടത്തുന്നു. അതിനുശേഷം അവർ ഒരു അനുമാനത്തിലെത്തിയിരുന്നു. ഇവിടെ ഇപ്പോഴും അത്തരത്തിലൊരു നിഗമനത്തിലെത്താൻ പോലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുബഷീർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വസതിക്ക് 100 മീറ്റർ അകലെ പാണക്കാട്ട് അവിടെ ഒരു പെട്രോൾ പമ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടന്നിരിക്കുന്നു. ജനവാസ മേഖലയിൽ ഒരിക്കലും നടത്താൻ പാടില്ലാത്തതാണ്, അനധികൃതമാണ് എന്നുള്ളതാണ്. മറ്റൊരു വിവരം ഇപ്പോൾ വരുന്നത്, എടായിപ്പാലത്ത് ഇതിന് തൊട്ടടുത്താണ്, അടുത്ത 100 മീറ്ററൂടെ പോയാൽ മണ്ണിടിഞ്ഞ് വീണ പ്രദേശമായി. ആ മണ്ണിടിഞ്ഞ് വീണ പ്രദേശത്ത് മണ്ണെടുത്തത് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കൊടുത്ത റിപ്പോർട്ടിനെയും മറികടന്നാണ് എന്നാണ്. അപ്പോൾ അധികാരികൾ അറിഞ്ഞും ഉന്നതരുടെ പിന്തുണയോടും കൂടിയാണ് ഈ മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആരാണ് നൗഫലിന് പിന്നിലുള്ള ഉന്നതൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ജനവാസ മേഖലയാണ്, അവിടെ വലിയ അത്യാഹിതം സംഭവിക്കുമായിരുന്നു. ഇപ്പോഴും അവിടെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു. 280-ലധികം ലോഡ് മണ്ണ് അവിടെ നിന്ന് നീക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് പാണക്കാട് നിന്നും ലഭിക്കുന്നത്. അപ്പോൾ അനധികൃതമായി ഇലക്ട്രിക് ബ്ലാസ്റ്റിംഗ് നടത്തുക, പ്രകമ്പനമുണ്ടാക്കുക, മണ്ണിടിച്ചിലിന് കാരണമാവുക, എന്നിട്ട് ഇതൊന്നും അറിയാതെ കൈകിട്ടിയിരിക്കുക, ഇതാണോ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അധികാരികളുടെ മൗനാനുവാദം ഈ അനധികൃത ഖനനത്തിന്, അനധികൃത പാറ പൊട്ടിക്കലിന്, അനധികൃത മണ്ണെടുപ്പിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്.